ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മൂസിൻ്റെ വളകാപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ അമ്മൂസ് ആരാന്ന് വെച്ചാൽ കുറേ പേർക്ക് അത്യാവശ്യം പേർക്ക് അറിയായിരിക്കും. എന്നാലും ഞാൻ പറയാം, അവളെൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ അവൾക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവളുടെ 7ാം മാസത്തെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചടങ്ങ്, കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ്. അപ്പോൾ ഞങ്ങളൊരു 100 പേര് അകത്ത് അടങ്ങുന്ന ഒരു ഫംഗ്ഷനായിരുന്നു, വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഫംഗ്ഷൻ തുടങ്ങാൻ കുറച്ച് ലേറ്റായി. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ മേക്കപ്പൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ലേറ്റായി. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ്, എൻ്റെയും ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങളുടെ അത്യാവശ്യം വേണ്ടപ്പെട്ട ഫാമിലിയും നെയ്ബേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പയ്യനും പെണ്ണും. കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ട്വിൻസാണോ രണ്ടുപേരും ഒരുപോലെ ഉണ്ടെന്ന്. അവർ ട്വിൻസ് അല്ല, അവർ തമ്മിൽ 2 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഞാനും അമ്മൂസും സിസ്റ്റേഴ്സ് ആണോ എന്നും ചോദിക്കുന്നവരുണ്ട്. ഞങ്ങളെ കാണാൻ ഒരുപോലെ ഉണ്ടെന്നാണ് മിക്കവരും പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ രാവിലെ ഒരു 5 മണിക്ക് അവർ വയറ്റ് പൊങ്കാല എന്ന് പറയും, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ എണീറ്റിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചേട്ടൻ തന്നെയാണ് ഫംഗ്ഷൻ തുടങ്ങിയത്. അപ്പോൾ വളകാപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വളയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ 7ാം മാസത്തിലാണ് ഈ ചടങ്ങ് എടുക്കുന്നത്. ചിലയിടത്ത് 9ാം മാസത്തിലും ചടങ്ങ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ 7ാം മാസത്തിൽ 7 പലഹാരം കൊണ്ട് അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. അതാണ് ചടങ്ങ്. അത് കഴിഞ്ഞ് ഞാനാണ് അവൾക്ക് പലഹാരം കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും അവളൊരു അമ്മയാവാൻ പോകുന്നുള്ളത്. കാരണം ഞങ്ങൾ തമ്മിൽ 2-3 വർഷമായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ വർഷങ്ങൾ പെട്ടെന്ന് പോയത് അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പുതിയൊരാൾ കൂടെ നമ്മുടെ ലൈഫിലോട്ട് വരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതിലുപരി എനിക്ക് വിഷമമുണ്ട്, അവൾ പോകുന്നതുകൊണ്ടുള്ള എനിക്ക് വിഷമവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പലരും അതുകൊണ്ട് തന്നെ കാണുന്നവരെല്ലാം പലരും ഞങ്ങൾ സിസ്റ്റേഴ്സാണോ, ഫേസ് കട്ട് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കൊടുക്കുന്നത്. പുള്ളി ആദ്യം തന്നെ കല ഉടച്ച്. ആൾക്ക് സത്യം പറഞ്ഞാൽ ചമ്മലാണ് ശരിക്കും പറയുക ഇങ്ങനെയൊക്കെ ചടങ്ങ് അതൊക്കെ. അപ്പോൾ ആളിങ്ങനെ എത്രയും പെട്ടെന്ന് ഇത് കൊടുത്ത് തീർത്തിട്ട് പോകാനുള്ള വെപ്രാളത്തിൽ നിൽക്കുവാണ്. ഇപ്പോൾ ഒരു ഫേസ് എക്സ്പ്രഷനുണ്ട് നാണം കെട്ടിട്ടുള്ള. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ക്യാമറാമാൻ പറയുവാണ് എല്ലാവരും ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുക അങ്ങനെയൊക്കെ. ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരുപാട് ഇതുപോലെ ഫേസ് ടു ഫേസ് നോക്കി കാര്യം പറഞ്ഞ് ഫോട്ടോ എടുത്ത് മടുത്തതാണ്. അത് കഴിഞ്ഞ് എൻ്റെ നാത്തൂനാണിത്. നാത്തൂൻ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി പലഹാരം കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ 3 പേരാണ് എൻ്റെ ഹസ്ബൻഡിനെ കൂടെ ചേർത്തിട്ട്. അപ്പോൾ 2ാമത്തെ ആളാണ് ചേച്ചി, മൂത്തതാണ് ചേട്ടൻ. എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും ഇളയത്. ഇതാണ് അമ്മൂൻ്റെ അമ്മ. അപ്പോൾ ആൻറ്റിയും പലഹാരമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ ഇതെൻ്റെ അച്ചാമ്മയാണ്, എൻ്റെ അച്ചാമ്മയാണ്. അപ്പോൾ അച്ചാമ്മയും കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അവർക്ക് പലഹാരം കൊടുത്തു. അപ്പോൾ എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നിങ്ങൾക്ക് തന്നെ ബോറടിക്കും, ഒരുപാട് ലോങ് ആയിപ്പോവും. റീലെടുക്കാൻ വേണ്ടി അവർ 2-3 ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് നടക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം അവളെ തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടാക്കാൻ. അപ്പോൾ ഞങ്ങൾ നേരത്തെ അവരെ കൂടെ പോയിരുന്ന് ഫുഡ് കഴിക്കുവാണ്. അതിനിടയ്ക്ക് ഞാനും അമ്മും എന്തൊക്കെയോ നുണകൾ പറയുന്നുണ്ട്, എന്താണെന്ന് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് നിൽക്കുവാണ്. ഇതാണ് ചേട്ടൻ്റെ അച്ഛൻ. അപ്പോൾ കുറേ പേര് ലൈവിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് ചേട്ടൻ്റെ അച്ഛനെ കാണിക്കുമോ എന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. അമ്മ സ്ഥലത്തില്ല, അമ്മ ഗൾഫിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ കയറി. ശരിക്കും പറഞ്ഞാൽ മുറയ്ക്ക് എൻ്റെ ചേട്ടൻ അനിയനാണ്. എന്നാലും അവൾക്ക് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞ് ചേട്ടനും കൂടെ അനുഗ്രഹം വാങ്ങുവാണ്.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവർ കപ്പിൾസുകൾ തമ്മിൽ ഉള്ള അനുഗ്രഹമാണ്. ഷമ്മിച്ചേട്ടന് നല്ല വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇവള് ഇന്ന് പോയിട്ട് നാളെ വന്നു, അങ്ങനെയാണ്. എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമായി, നല്ല സങ്കടമായി. എനിക്കായാലും ഒരുപാട് സങ്കടമായി. ഗുരുവാരൊക്കെ പോയല്ലേ? ഇനി എന്താ ഒറ്റയ്ക്ക് ഇനിയാണ് നമ്മളെ സമയം ഇവിടുന്നോ അങ്ങനെ ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലോട്ട് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് അവളുടെ വീട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു തിരിച്ച് ഞങ്ങൾ കൊണ്ടാക്കണം എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്, എന്തോ പറയുവാണ് ചേട്ടൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് അവൾ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കണമെന്നൊരു ചടങ്ങുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ബാലൻസ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.